അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷത്തെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4ാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. സമസ്ത രൂപീകരിക്കാൻ കാരണമായ വഹാബിസം കേരളത്തിൽ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിന് തുടക്കമിട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നെങ്കിലും അതിനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ഐക്യസംഘമായിരുന്നു. ഈ ഐക്യസംഘത്തിന് നേതൃത്വം കൊടുത്തത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മകനും മരുമകനും അടങ്ങുന്ന 3 ശിഷ്യന്മാരാണ് എന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. കെ മൊയ്തു മൗലവി, തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി, MCC മൗലവി, തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവിയുടെ ശിഷ്യനായ KM സീരി സാഹിബ്, മണപ്പാട്ട് ഹാജി തുടങ്ങിയവരാണ് ഐക്യസംഘത്തിന് രൂപം കൊടുത്തത്. ഉസ്താദായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ ഐക്യസംഘത്തിൽ പ്രവർത്തിച്ചു പോകുന്നത്. ഇന്നത്തെ ചില മുജാഹിദ് നേതാക്കളൊക്കെ പറയാറുണ്ട്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരുടെ നേതാവാണ്, നവോത്ഥാന നായകനാണ് എന്നൊക്കെ മുജാഹിദിൻ്റെ നേതാക്കന്മാർ പറയാറുണ്ട്. ചിലപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മരുമകനും മകനും അടങ്ങുന്ന 3 ശിഷ്യന്മാർ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളായതുകൊണ്ടായിരിക്കും ഇന്നത്തെ മുജാഹിദ് നേതാക്കന്മാർ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭൂരിഭാഗം ശിഷ്യന്മാരും സുന്നികളാണ്, സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ടവരാണ്, സുന്നി ആദർശത്തിന് വേണ്ടി അടിയുറച്ച് നിന്നവരാണ്. അത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആ കാലഘട്ടത്തിലെ ചരിത്രം പഠിക്കുന്ന ആർക്കും വളരെ പെട്ടെന്ന് ബോധ്യപ്പെടും. ഇനി അതുമാത്രമല്ല, മുജാഹിദിൻ്റെ തന്നെ പല നേതാക്കന്മാരും അവരുടെ ലേഖനങ്ങളിലും അവരുടെ ബുക്കുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരിക്കലും ഒരു സലഫിയല്ല, ഇസ്ലാഹി നേതാവല്ല, അദ്ദേഹം പാരമ്പര്യ ഇസ്ലാമിൻ്റെ വക്താവായിരുന്നു എന്നൊക്കെ. മുജാഹിദ് ആശയങ്ങൾ ഒരു കാലത്തും അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല എന്നൊക്കെ മുജാഹിദ് നേതാക്കൾ തന്നെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആ ഒരു ചരിത്രം വളരെ ചുരുക്കി നമുക്കൊന്ന് അവതരിപ്പിച്ച് പോകാം. 1866 ആതിർശ്ശേരിയിലാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ജനിച്ചത്. പ്രാഥമിക പഠനം സ്വന്തം ഉമ്മയിൽ നിന്ന് തന്നെ അദ്ദേഹം കരസ്ഥമാക്കി. അത് ആ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. മാതാപിതാക്കളായിരുന്നു കുട്ടികൾക്ക് മതപഠനമൊക്കെ നൽകിയിരുന്നത്. അന്ന് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഇന്നത്തെ പോലെയുള്ള മദ്രസ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മമാരോ ഉപ്പമാരോ കുട്ടികളെ പഠിപ്പിക്കും. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പള്ളി ദർസിൽ ഏതെങ്കിലും വലിയ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അയക്കും. അതായിരുന്നു അന്നത്തെ ഒരു രീതി. ഇന്നത്തെ സമസ്തയെ എതിർക്കുന്ന ആളുകൾ പറയാറുണ്ട്, സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ്, സ്ത്രീകളെ വീട്ടിനുള്ളിൽ തളച്ചിടുന്നവരാണ് എന്നൊക്കെ അവർ പല ആരോപണങ്ങളും പറയാറുണ്ട്. സത്യത്തിൽ അന്നത്തെ ചരിത്രം നോക്കുമ്പോൾ അത് വസ്തുതാവിരുദ്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം അന്ന് കുട്ടികൾക്ക് മതം പഠിപ്പിച്ചിരുന്നത് ഉമ്മമാരായിരുന്നു. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നോക്കുമ്പോൾ അവരുടെ കുട്ടിക്കാലത്തൊക്കെ അവരെ മതം പഠിപ്പിച്ചിരുന്നത് ഉമ്മമാരായിരുന്നു. അന്നത്തെ സ്ത്രീകൾക്ക് വലിയ അറിവുണ്ടായിരുന്നു. ഇന്നത്തെ സ്ത്രീകളെക്കാട്ടിലൊക്കെ ഒരുപാട് അറിവുണ്ടായിരുന്നു അന്നത്തെ സ്ത്രീകൾക്ക്. അപ്പോൾ അത് സ്ത്രീകളെ പഠിപ്പിച്ചാലല്ലേ അവർക്കത് അറിവ് കിട്ടൂ. അപ്പോൾ ഇവരുടെ വാദത്തിനൊന്നും യാതൊരു തെളിവുമില്ല, ഒരു വസ്തുതയില്ല. അപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉമ്മയിൽ നിന്നുള്ള പ്രാഥമിക പഠനത്തിന് ശേഷം അമ്മാവനായ അലി ഹസൻ മുസ്ലിയാരുടെ അടുത്തേക്ക് ദർസിൽ പഠിക്കാൻ പോയി. അതിനുശേഷം കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പൊന്നാനിയിലെ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ തുടങ്ങിയ വലിയ പണ്ഡിതന്മാരിൽ നിന്നും ദർസോതി പഠിച്ചു. തുടർന്ന് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വെല്ലൂരിലേക്ക് പോയി. അവിടെ ബാക്കിയാത്തിൽ 1 വർഷം പഠിക്കുകയും അതിനുശേഷം 5 വർഷം വെല്ലൂർ ലത്തീഫിയയിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ബിരുദം കരസ്ഥമാക്കി തിരിച്ചു വന്നു. വെല്ലൂർ പോയിട്ട് ബിരുദം കരസ്ഥമാക്കുന്ന ആദ്യത്തെ മലയാളിയാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇതിനിടയിൽ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് അദ്ദേഹം പല ഭൗതിക പഠനങ്ങളും നേടി, ഭാഷാ പ്രാവീണ്യം നേടി. തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് ദർസ് ആരംഭിക്കുന്നത് തിരൂരങ്ങാടി തറമ്മൽ പള്ളിയിലാണ്. ഇപ്പോൾ അദ്ദേഹം അന്ത്യവിഷമം കൊള്ളുന്ന അതേ പള്ളിയിലാണ് ആദ്യം ദർസ് ആരംഭിച്ചത്. ഈ തിരൂരങ്ങാടിയിൽ വെച്ചിട്ടാണ് തയ്യിൽ മുഹമ്മദ് കുട്ടി എന്ന KM മൗലവിയൊക്കെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ ചേരുന്നത്. തയ്യിൽ മുഹമ്മദ് കുട്ടി തിരൂരങ്ങാടിക്കാരനായിരുന്നല്ലോ. ചാലിലകത്ത് കുസയ്യ ഹാജിയുടെ മകളെയാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാര്യ വീട്ടിൽ താമസിച്ച് അദ്ദേഹത്തിനും ആ ചാലിലകത്ത് എന്നുള്ള പേര് വരികയായിരുന്നു. ഇന്ന് തിരൂരങ്ങാടിയിലൊക്കെ കാണുന്ന CH പ്രസ് എന്ന് പറഞ്ഞാൽ അത് ചാലിലകത്ത്, അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കല്യാണം കഴിച്ചതും അവിടെ ജീവിച്ച് അദ്ദേഹത്തിന് ചാലിലകത്ത് എന്നുള്ള ആ വീട്ടുപേരിലാണ് അറിയപ്പെട്ടത്. അതിനുശേഷം വളപ്പട്ടണം, പുളിക്കൽ, വാഴക്കാട്, മണ്ണാർക്കാട് തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം ദർസ് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ
ദീനീ വൈജ്ഞാനിക രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹാവ്യക്തി കൂടിയായിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ്. വാഴക്കാട്ട് ദാറുൽ ഉലൂം എന്ന സ്ഥാപനത്തിൽ ദർസ് നടത്തുമ്പോഴാണ് അദ്ദേഹം അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അന്ന് ആ സ്ഥാപനത്തിൻ്റെ പേര് ദാറുൽ ഉലൂം ആയിരുന്നില്ല, അത് പിന്നീട് വന്ന പേരാണ്. അതുവരെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ടുള്ള ഒരു പഠനമായിരുന്നു. സ്ലേറ്റിലോ പലകയിലൊക്കെ എഴുതി പഠിക്കുകയായിരുന്നു. ഈ വാഴക്കാട്ട് ദാറുൽ ഉലൂം എത്തിയപ്പോൾ അദ്ദേഹം ബെഞ്ചും ഡെസ്കും കൊണ്ടുവന്നു, ബ്ലാക്ക് ബോർഡുകൾ കൊണ്ടുവന്നു, ഈ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതുമാത്രമല്ല, അദ്ദേഹം സിലബസിലൊക്കെ ഒരുപാട് പരിഷ്കാരം വരുത്തിയിരുന്നു. ഭൗതികമായിട്ടുള്ള പഠനമൊക്കെ സിലബസിൽ ചേർത്തു. ഗോളശാസ്ത്രം, ഗണിതശാസ്ത്രം, തർക്കശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, അങ്ങനെ ഒരുപാട് ഭൗതിക പഠനങ്ങൾ കൂടി അദ്ദേഹം ഈ ഒരു സിലബസിൽ ചേർത്തു. പിരീഡനുസരിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹമാണ് ആദ്യം തുടങ്ങി വെച്ചത്. ഓരോ വിഷയത്തിലും പ്രഗത്ഭരായിട്ടുള്ള ഉസ്താദുമാരെ കൊണ്ടുവന്നു. വിപുലമായിട്ടുള്ള ലൈബ്രറി സ്ഥാപിക്കുകയും ഒരുപാട് പത്രങ്ങൾ, മാസികകളൊക്കെ അവിടേക്ക് വരുത്തുകയും ചെയ്തു. ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ കാണുന്ന പോലെയുള്ള മാപ്പുകളും ഗ്ലോബുകളുമൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇന്നത്തെ നമ്മുടെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ അതേപോലെ ദഅ്വ കോളേജുകളുടെ ആദ്യത്തെ മാതൃക എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അന്നവിടെ ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുവരെ ജനങ്ങൾ കാണാത്ത സംഗതിയാണല്ലോ. അതിപ്പോൾ ഏത് കാലത്തും അങ്ങനെ തന്നെ. കമ്പ്യൂട്ടർ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കല്യാണ മണ്ഡപങ്ങൾ വരുമ്പോൾ, അത്തരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. അതുപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അന്നുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ദാറുൽ ഉലൂം എന്ന സ്ഥാപനം വഖഫ് ചെയ്തതാണല്ലോ. ദീനിന് വേണ്ടി വഖഫ് ചെയ്തതാണ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വഖഫ് ചെയ്തതാണ്. ഈ ദീനിന് വേണ്ടി വഖഫ് ചെയ്ത സ്ഥാപനത്തിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി, അതിന് കിട്ടുന്ന സംഭാവനകൾ ഉപയോഗപ്പെടുത്തി ഭൗതിക പഠനം പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ. സാധാരണക്കാരും പണ്ഡിതന്മാരൊക്കെ വളരെയധികം സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആ സൂക്ഷ്മതയുടെ ഭാഗമാണ് ഈ തർക്കങ്ങളൊക്കെ. അതേപോലെ തന്നെ ബോർഡിൽ ചോക്ക് കൊണ്ട് അള്ളാഹ് എന്ന് എഴുതുമ്പോൾ അത് പിന്നീട് മായ്ച്ച് കളയുമ്പോൾ അതിൻ്റെ പൊടികൾ നിലത്ത് വീഴുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരിനോട് ചെയ്യുന്ന ഒരു അനാദരവല്ലേ എന്നുള്ള ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒരു സമിതിയെ രൂപീകരിച്ചു. ഒരുപാട് വലിയ പർവ്വത തുല്യരായ ആലിമ്യങ്ങളുള്ള ഒരു സമിതിയെ രൂപീകരിച്ചു. അവർ പഠനം നടത്തി, അതിൽ കുഴപ്പമില്ല എന്ന് കണ്ടെത്തി. അധികം വൈകാതെ തന്നെ ഈ തർക്കങ്ങളൊക്കെ തീർന്നു, ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർന്നു. വാഴക്കാട്ട് ദർസ് നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്താണ് അദ്ദേഹം മണ്ണാർക്കാട്ടേക്ക് ദർസ് നടത്താൻ പോയത്. അവിടുന്നാണ് അദ്ദേഹം വഫാത്താകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദർശം കൂടി നമുക്കൊന്ന് നോക്കാം. മുജാഹിദ് നേതാക്കന്മാർ പറയുന്നത് പോലെ അവരുടെ നവോത്ഥാന നായകനാവണമെങ്കിൽ അവരുടെ ആദർശം വേണ്ടേ? അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ ചാലിലകത്ത് ചെയ്തിട്ടുണ്ടോ, എഴുതി വച്ചിട്ടുണ്ടോ, നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആദർശം കൂടി നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഉസ്താദുമാരിൽ ഒരാൾ ബദർ മൗലിദ് രചിച്ച വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാറായിരുന്നു. പൊന്നാനിയിൽ അദ്ദേഹം വലിയൊരു ബാക്കിയാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പൊന്നാനിയിൽ പോയി വിളക്കത്തിരുന്ന് പഠിച്ചതായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഈ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാറായിരുന്നു. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ബദർ മൗലിദ് രചിച്ച ആളാണ്. ബദർ മൗലിദ് ഇന്നത്തെ മുജാഹിദുകൾക്ക് പറ്റൂലല്ലോ, അവർക്കത് ഷിർക്കല്ലേ, അല്ലെങ്കിൽ ബിദഅത്തല്ലേ. അപ്പോൾ ബദർ മൗലിദ് രചിച്ച ഒരു ഉസ്താദിൻ്റെ അടുക്കൽ പോയി പഠിക്കുമ്പോൾ ഇനി പിന്നീട് അദ്ദേഹത്തിന് ഇവരുടെ ആശയം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഉസ്താദിനെ തള്ളിപ്പറയൂലേ? ആ ഉസ്താദ് രചിച്ച ബദർ മൗലിദ് തള്ളിപ്പറയൂലേ? അത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരൊന്ന് കാണിക്കട്ടെ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു രേഖ കാണിക്കട്ടെ. ഉസ്താദായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരെ തള്ളിപ്പറഞ്ഞതോ അദ്ദേഹത്തിൻ്റെ ബദർ മൗലിദ് തള്ളിപ്പറഞ്ഞതോ ആയ എന്തെങ്കിലും രേഖ ഇവർ കാണിക്കട്ടെ. ഇനി മറ്റൊരു ഉസ്താദ് ആരാണ്? കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? മക്കയിലെ സൈനി ദഹ്ലാൻ എന്ന വലിയ സുന്നി പണ്ഡിതനായിരുന്നു. അന്നത്തെ കാലത്ത് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെയും കൂട്ടരുടെയും ക്രൂരമായ മർദ്ദനങ്ങളും ആക്രമണങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച, ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സുന്നി പണ്ഡിതനായിരുന്നു ആര്? സൈനി ദഹ്ലാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു തനിച്ച സുന്നിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 2 ഉസ്താദുമാരും സുന്നി ആദർശവുമായി നടക്കുന്ന പണ്ഡിതന്മാരാണ്. അവരുടെ അടുക്കൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇനി വലിയൊരു അക്കിയാത്തിലോ വലിയൊരു ലത്തീഫിയിലൊക്കെ പോകുമ്പോഴോ അവിടെയും മുജാഹിദുകൾ ആരും പഠിക്കാൻ പോകാറില്ല, സുന്നികൾ മാത്രമേ അവിടെയും പഠിക്കാൻ പോകാറുള്ളൂ. ഇനിയിപ്പോൾ അവിടെയൊക്കെ പഠിച്ചു വന്ന അവസാന കാലത്ത് ഇവരുടെ ആശയം സ്വീകരിച്ചു എന്ന് പറയണമെങ്കിൽ തന്നെ ആ കാലത്തൊക്കെ ഈ ബദർ മൗലിദ് ഉണ്ടായിരുന്നു, മങ്കൂസ് മൗലിദ് ഉണ്ടായിരുന്നു, പൊന്നാനി സൈനുദ്ദീൻ മഖ്തൂം തങ്ങൾ രചിച്ച മങ്കൂസ് മൗലിദ് ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് അദ്ദേഹം ദർസ് നടത്തുമ്പോൾ അവിടെ
വലിയ മൗലിദ് മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു. അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്ന രേഖകളാണ്. അപ്പോൾ ഈ മങ്കൂസ് മൗലിദിനെയോ ബദർ മൗലിദിനെയോ സൈനുദ്ദീൻ മഖ്ദൂമിനെയോ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരെയോ ഒന്നും ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജി തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ മൗലിദുകളെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇനി സുന്നികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്നു. സുബ്ഹിക്കുള്ള കുനൂത്ത്, അറബിയിലുള്ള ഖുതുബ, സ്ത്രീകളെ പള്ളിക്ക് കൊണ്ടുപോകാറില്ല, തറാവീഹ് 20 റക്അത്തായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഇനി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സുന്നി ആദർശങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചതും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മുജാഹിദിൻ്റെ ആശയങ്ങളൊന്നും അദ്ദേഹത്തിൽ കാണാത്തത് കൊണ്ടായിരിക്കും പല മുജാഹിദ് നേതാക്കളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നായകനെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സലഫിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം പാരമ്പര്യ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതനായിരുന്നു എന്നൊക്കെ അവരെഴുതി വച്ചിട്ടുണ്ട്. ഒരു മുജാഹിദ് നേതാവ് എഴുതി വെച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ചാലിലകത്ത് ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നല്ലാതെ ഒരു ഇസ്ലാഹി നേതാവ് എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നത് തെറ്റായിരിക്കും എന്ന് ഡോക്ടർ EK അഹമ്മദ് കുട്ടി എഴുതിയ ഇസ്ലാമും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങളും എന്ന പുസ്തകത്തിൽ കാണാൻ പറ്റും. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ എല്ലാ വീക്ഷണങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചു എന്ന് ഇതിനർത്ഥമില്ല. ഷാഫി മദ്ഹബ് പിന്തുടരുന്ന ഒരു പാരമ്പര്യ യാഥാസ്ഥിക പണ്ഡിതനായിരുന്നു അദ്ദേഹം, അല്ലാതെ ഒരു സലഫി ആദർശക്കാരനായിരുന്നില്ല എന്ന് മുജാഹിദ് വിഭാഗത്തിൻ്റെ അൽ ഇസ്ലാഹ് മാസികയിൽ കാണാൻ പറ്റും. ഇനി ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ചാലിലകത്ത് ഒരു യാഥാസ്ഥിക സുന്നി പണ്ഡിതനായിരുന്നു എന്ന് കാണാം. ചാലിലകത്ത് ഒരു യാഥാസ്ഥിക സുന്നി പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഒരു സലഫി ആശയക്കാരനായിരുന്നില്ല എന്ന് കാണാം. ഇതിൽ നിന്നൊക്കെ ചാലിലകത്തിൻ്റെ ആദർശം എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. മുജാഹിദ് നേതാക്കൾ തന്നെ പറയുമ്പോൾ അവർക്കത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കെന്താ മനസ്സിലാവുന്നത്? ചാലിലകത്തിൻ്റെ മാർഗമല്ല ശിഷ്യന്മാരായ EK മൗലവിയും KM മൗലവിയും MCC സഹോദരന്മാരൊന്നും സ്വീകരിച്ചത് എന്നുള്ളത്. ഇനി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1919 വഫാത്തായത്. വഫാത്തായതിനു ശേഷം 40 ദിവസം ഖബറിങ്ങിൽ വെച്ചിട്ട് ഖത്തമുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആരാന്നറിയോ? മരുമകനായ KM മൗലവി. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വഫാത്ത് വരെ അദ്ദേഹം വഹാബി ആയിട്ടില്ലല്ലോ. അദ്ദേഹം നല്ലൊരു സുന്നി പണ്ഡിതനായിരുന്നു. നബിദിനം കഴിച്ചിരുന്നു, മൗലിദ് ഓതിയിരുന്നു, അങ്ങനെ സുന്നികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ ഖബറിങ്ങിൽ 40 ദിവസം ഖത്തം ഓതുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വഹാബി ആശയക്കാർക്ക് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ചാലിലകത്ത് വഫാത്തായപ്പോൾ ചെയ്തിരുന്നു. നേതൃത്വം കൊടുത്തിരുന്നത് KM മൗലവി ആയിരുന്നു. ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊന്നും ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇതൊക്കെ പിന്നീട് വക്കം മൗലവി വന്നപ്പോൾ ഇവർക്കത് ശിർക്കായിട്ട് മാറി, ബിദഅത്തായിട്ട് മാറി. അപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം യഥാർത്ഥ സുന്നി ആദർശത്തിൽ ജീവിച്ച ആളായിരുന്നു, സമസ്തയുടെ ആദർശത്തിൽ ജീവിച്ച ആളായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരൊക്കെയാണ്? ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയത്തി, അങ്ങനെ തുടങ്ങി നിരവധി മഹാന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ഇന്ന് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട പല മഹാന്മാരും ഈ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അടിയുറച്ചു നിന്ന നല്ല സുന്നി ആദർശമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ചാലിലകത്തിൻ്റെ ശിഷ്യന്മാരാണ്. കേവലം ഈ 3 പേര് മാത്രമേ പിഴച്ചു പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ സുന്നി ആദർശത്തിൽ പ്രവർത്തിച്ച മഹാന്മാരാണ്. ഭൂരിഭാഗം ശിഷ്യന്മാരും സുന്നി ആദർശത്തിൽ നിലനിൽക്കുകയും 3 ശിഷ്യന്മാർ, അത് മകനോ മരുമകനോ ആവട്ടെ, 3 ശിഷ്യന്മാർ വ്യതിചലിച്ച് പോവുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. അത് വ്യതിചലിക്കാൻ കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിൽ ദീനിന് വേണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ധീരമായിട്ട് ബ്രിട്ടീഷുകാരോട് പോരാടുകയല്ലേ ചെയ്യുക? ബ്രിട്ടീഷുകാരെ പിടിച്ച് ഒളിച്ചു താമസിക്കുമോ? കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചു പോവുമോ? ആ ഒളിച്ചോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇതൊരിക്കലും ഒരു മഹാനായ പണ്ഡിതനെ ചേർന്ന പണിയല്ല എന്നുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചാലും വേണ്ടിയില്ല, ഈ നാടിന് വേണ്ടി രക്തസാക്ഷിയായാലും വേണ്ടിയില്ല, ബ്രിട്ടീഷുകാരോട് പോരാടുക എന്നുള്ളതാണ്. അതാണ് ആലി മുസ്ലിയാരടക്കം നിരവധി മഹാന്മാരെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിപ്പോയത്. അത്തരം ആളുകൾ പിന്നെ ഇത്തരം ആശയം സ്വീകരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇന്നത്തെ മുജാഹിദ് ജമാഅത്ത് ആളുകളുടെ പരമ്പര അവിടെ ഈ KM മൗലവിയിലോ EK മൗലവിയിലൂടെ അവസാനിച്ചു. അവിടുന്ന് അങ്ങോട്ടുള്ള ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയ പണ്ഡിതന്മാർ, മേലോട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും സുന്നി ആദർശത്തിലായിരുന്നു. ഇന്ന് മുജാഹിദ് എതിർക്കുന്ന സകല കാര്യങ്ങളും ചെയ്തവരായിരുന്നു.
അതിനുവേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു, അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയവരായിരുന്നു. KM മൗലവിയോടുകൂടെ EK മൊയ്തി മൗലവിയോടുകൂടെ പരമ്പര മുറിഞ്ഞവരാണ് ഇന്നത്തെ ബിദഈ ആശയക്കാർ. ആദ്യകാലത്തൊന്നും ഈ ഐക്യസംഘത്തെ ആരും എതിർത്തിരുന്നില്ല. കാരണം അവിടുത്തെ കുടുംബ വഴക്ക് തീർക്കാൻ വേണ്ടി രൂപീകരിച്ചതാണല്ലോ. അപ്പോൾ ആരും എതിർത്തിരുന്നില്ല. അതുവരെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം, ഒരു വഹാബിസം കടന്നു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ ഐക്യസംഘത്തിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് അവരുടെ പ്രചരണങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ റഷീദ് റിളയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ച് വഹാബി ആശയത്തിലേക്ക് ആകൃഷ്ടനായ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ ആദർശം പ്രചരിപ്പിക്കാൻ ഒരു അവസരത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഐക്യസംഘത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഈ ഐക്യസംഘത്തിലൂടെ അദ്ദേഹം തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് എളുപ്പമായിരുന്നു. ഐക്യസംഘത്തിൻ്റെ മറ്റ് സ്ഥാപക നേതാക്കളിലേക്കൊക്കെ തൻ്റെ ആശയം കുത്തിവെക്കാനും കുറഞ്ഞ സമയം കൊണ്ട് ഈ വക്കം മൗലവിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് KM മൗലവി, EK മൗലവി, MCC മൗലവി, സീതി സാഹിബ്, മണപ്പാട്ട് ഹാജി എന്നിവരിലേക്കൊക്കെ ഈ വഹാബി ആശയം കടന്നു വന്നത് വക്കം മൗലവിയിലൂടെയാണ്. കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെ ഇവരുടെ ആശയം പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമം നടത്തി. അതിനുവേണ്ടി ആദ്യം ഇവർ ചില മാസികകൾ ഇറക്കി. മുസ്ലിം ഐക്യം എന്ന ഒരു മലയാള മാസികയും അൽ ഇർഷാദ് എന്ന ഒരു അറബി മാസികയും ഇവർ രംഗത്തിറക്കി. തൻ്റെ ഫത്വകളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി തുടങ്ങിയത് ഈ അൽ ഇർഷാദ് എന്ന അറബി മലയാള മാസികയിലൂടെയാണ്. പിൽക്കാലത്ത് ഈ മൊയ്തു മൗലവി പത്രാധിപരായിട്ടും മണപ്പാട്ട് ഹാജി പബ്ലിഷറായിട്ടും അറബി മലയാളത്തിൽ അൽ ഇസ്ലാഹി എന്ന മാസികയും വാരികയും അവർ ആരംഭിച്ചു. ഈ മാസികകളിലൂടെയൊക്കെയാണ് പലിശ ഹലാലാക്കൽ, നിസ്കാരത്തിൽ നെഞ്ചിന് മുകളിൽ കൈക്കെട്ടൽ, തറാവീഹ് 8 റക്അത്താക്കി ചുരുക്കൽ, ഇങ്ങനെ തുടങ്ങിയ പുതിയ രീതികൾ ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ മാസികകളിലൂടെയാണ്. ഇവർ ഇത്തരം വിഷയങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് അന്നത്തെ പണ്ഡിതന്മാർ ആലോചിച്ചത്, ഇത് അത്ര നല്ലതിനുള്ള പോക്കല്ലല്ലോ, ഇത് നമ്മുടെ സമുദായത്തിന് വളരെ അപകടം ചെയ്യുമെന്നുള്ള ഒരു ചിന്ത അന്നത്തെ പണ്ഡിതന്മാർക്ക് വന്നത് ഈ മാസികകളിലൂടെ ഇവരുടെ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു തുടങ്ങിയതോടെയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയും. 4ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.